25 വർഷം പൂർത്തിയാകുന്ന ഈ സാഹചര്യത്തിലെ 2024 ഫെബ്രുവരി മാസം 9-ാം തീയതി പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്നത്തെ കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ സെക്രട്ടറി റവറൻഡ് ഫാദർ മാത്യു മുണ്ടയ്ക്കൽ തിരിതെളിച്ചുകൊണ്ട് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. നെല്ലിമറ്റം പ്രദേശത്തെ സംബന്ധിച്ച് സാമൂഹികവും സാംസ്കാരികവുമായ വളർച്ചയിലെ നിർണായകമായ പങ്ക് വഹിച്ചുകൊണ്ട് ഇന്ന് സ്കൂള് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ ജൂബിലിയുടെ നിറവിലെ ആയിരിക്കുമ്പോൾ 75 വർഷം പൂർത്തിയാകുമ്പോൾ 75 ഇന കർമ്മ പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിലേതാണ്ട് 45ഓളം കർമ്മ പദ്ധതികൾ ഇതിനോടൊപ്പം പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിലെ 1-2 എണ്ണം എടുത്തു പറഞ്ഞാൽ സ്വാന്തനം എന്നുള്ള ഒരു ഫണ്ട് കളക്ഷൻ സ്റ്റാഫ് റൂമിലും അതുപോലെ തന്നെ ഓരോ ക്ലാസ്സിലും ചെറു സംഭാവനകൾ സ്വീകരിക്കുവാനായിട്ട് ടിന്ന് നമ്മൾ സ്ഥാപിച്ചു. ഓരോ മാസവും അതിൽ നിന്നും കളക്ട് ചെയ്യുന്ന പൈസ കൊണ്ട് പാവപ്പെട്ടവരായിട്ടുള്ള കുട്ടികളെ അവരുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ ചികിത്സാ സഹായം, ചിലർക്ക് എങ്കിലും ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ആ പദ്ധതി ഇന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അതുപോലെ ജൂബിലി ട്രീ എന്ന നിലയിൽ സ്കൂളിലും അതുപോലെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികളുടെയും വീടുകളിലെ ഓരോ മരം അവിടെ നടുകയുണ്ടായി. അത് സ്കൂളിൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ട് ഒരു മരം നട്ടു. അത് വളരുന്ന പോലെ തന്നെ സ്കൂളും എന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ചിന്ത കുട്ടികളിലും അതുപോലെ മറ്റുള്ളവരിലും ഉണർത്തുവാനായിട്ട് ആ പ്രോഗ്രാം അങ്ങനെ ഇരുന്നു. ഇനി ഏറ്റവും പ്രധാനമായിട്ടും ഏറ്റവും അടുത്ത ദിവസങ്ങളിലെ ഞങ്ങൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പുണ്ട്. ഡിസംബർ മാസം 1-ാം തീയതിയാണ് അത് ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ തന്നെ പ്രസിദ്ധമായ രാജഗിരി ഹോസ്പിറ്റലും അതുപോലെ സെൻറ് ജോസഫ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടു കൂടിയാണ് ആ മെഡിക്കൽ ക്യാമ്പ് നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഏതാണ്ട് 5 ഡിപ്പാർട്ട്മെന്റ് പ്രഗത്ഭരായ ഡോക്ടർമാർ അതിലെ പങ്കുചേരും. അതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു തുടങ്ങി. 150 പേർക്കാണ് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്ന 150 പേർക്കാണ് അതിൻ്റെ പ്രയോജനം ലഭിക്കുക.